ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സൺഡേ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. കുറച്ച് എക്സൈറ്റ്മെന്റ് ആക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് വേഗം വീഡിയോയിലോട്ട് പോകാം. ദളപതി 68 ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് വരാൻ വെയിറ്റ് ചെയ്യുന്നവരാവും നമ്മൾ. 31 തീർച്ചയായും വരും. പക്ഷേ ഈ വട്ടം പോസ്റ്റർ ഡിസൈനറായിട്ട് ഗോപി പ്രസന്നെ വേണ്ട എന്ന് പറഞ്ഞാണ് ഫാൻസുകാർ നടക്കുന്നത്. കപിൽ എന്നൊരു ഇപ്പോഴത്തെ ബെസ്റ്റ് പോസ്റ്റർ ഡിസൈനർ ഉണ്ട്, അദ്ദേഹത്തെ വേണമെന്ന് പറഞ്ഞാണ് തർക്കം. കപിലൻ ചെയ്ത വർക്ക്സ് എല്ലാം മികച്ചതാണ്, എപ്പോഴും ഗോപി പ്രസന്നെ വരുന്നത് ഒരു ശരിയല്ല. അപ്പോൾ ഇവരിൽ ആരാകും ദളപതി 68 പോസ്റ്റർ ഡിസൈനറിന് നമുക്ക് കാത്തിരുന്ന് നോക്കാം. ലോകേഷ് കൊടുത്ത പുതിയ ഇന്റർവ്യൂവിൽ ലോകേഷ് ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നരയൻ പറഞ്ഞത് 10 മിനിറ്റ് എന്നാണ്, പക്ഷെ ലോകേഷ് പറഞ്ഞത് 20 to 30 മിനിറ്റ് ഉണ്ടാവും എന്നൊക്കെയാണ്. നരയൻ പറഞ്ഞ പോലെ ഇത് എൽസുവിൻ്റെ ഫസ്റ്റ് സ്റ്റോറിയാണ്. ലോകേഷ് ഇതൊരു സർപ്രൈസ് ഐറ്റം ആണെന്നൊക്കെയാണ് പറയുന്നുണ്ട്. ഇത് പറഞ്ഞതും ഒരുപാട് പേര് ലിയോ പേരിലൊക്കെ ഹൈപ്പ് ക്രിയേറ്റ് ആക്കുന്നുണ്ട്. എല്ലാവരുടെയും ലിങ്കൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞാണ് ഹൈപ്പ് ക്രിയേറ്റ് ആയത്. പക്ഷെ ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇത് എൽസിയു ആരംഭിച്ച പ്ലോട്ട് കാണിക്കുന്ന സാധനം മാത്രമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒരുപാട് മുകളിലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നരയനുണ്ട്, ബാക്കി ആരുടെയും വിവരമില്ല. ഇനി വല്ല ലോകേഷ് അതിൽ മാജിക് വല്ല സർപ്രൈസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തതിനെ കാണാം. ഉടൻ വരുമെന്നൊക്കെയാണ് ലോകേഷ് പറഞ്ഞത്. മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് നേര്. ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. സസ്പെൻസോ ടെസ്റ്റും ഒന്നുമില്ലാതെ വരാൻ പോകുന്ന ഒരു വ്യത്യാസ പടമാണ് നേര്. ഈ പടത്തിന് U/A സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. മമ്മൂട്ടി നായനാകുന്ന ഒരു ഹൊറർ ചിത്രമാണ് ബ്രഹ്മയുഗം. പടം 2024 റിലീസിന് എത്തും എന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൻ്റെ പോപ്പുലർ സീരീസായ സ്ട്രേഞ്ചർ തിങ്സിന് സ്റ്റാൻഡ് അലോൺ സ്പിൻ ഓഫ് സീരീസ് ഉണ്ടാകുമെന്നാണ് ഹോളിവുഡ് മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ട്രേഞ്ചർ തിങ്സിൽ ഫേമസ് ക്യാരക്ടേഴ്സായ മാക്സ്, എഡി, റോബിൻ എന്നിവരാകും ഈ സ്പിൻ ഓഫ് മെയിൻ ലീഡായി എത്തുക എന്നും പറയപ്പെടുന്നു. റയൻ റെയ്നോൾഡ്സ് നായകനായി വരുന്ന ഇഫ് എന്ന പടം 2024 മെയ് 17 റിലീസ് ചെയ്യാനാണ് പ്ലാനിങ് ചെയ്യുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെന്റും വന്നു കഴിഞ്ഞു. പോക്കിമോണിന്റെ സ്റ്റോപ്പ് മോഷൻ സീരീസ് ഡിസംബർ 28 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വരുന്നതാകും. മാർവലിന്റെ ഉലു മീറ്റ് മങ്കി എന്ന സീരീസ് അടുത്ത വർഷം പുറത്തു വരുന്നതാകും. ഡേറ്റ് പറഞ്ഞിട്ടില്ല. മെസ്സിയുടെ ജീവിതകഥയിൽ പറയുന്ന മെസ്സിയുടെ ഡോക്യുമെന്ററി പാർട്ട് 4 അടുത്ത വർഷം ഫെബ്രുവരി 21 ആപ്പിൾ ടിവിയിലൂടെ റിലീസ് ചെയ്യുന്നതാകും. ഓർഫൻ ചിത്രത്തിന്റെ 3ാം പാർട്ട് ഒരുങ്ങുന്നു. ആദ്യത്തെ 2 പാർട്ടും വൻ വിലവേൽപ്പാണ് ഓഡിയൻസിന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ 3ാമത്തെ പാർട്സ് വർക്ക് നടന്നു പോകുന്നുണ്ട്. ബീവർലി ഹിൽസ് കോപ്പ് 4 നെറ്റ്ഫ്ലിക്സിലൂടെ സമ്മർ റിലീസ് ചെയ്യുന്നതാണ്. രജനി നായനാക്കി ലോകേഷ് ചിത്രമാണ് തലൈവർ 171. ഇതുവരെ പേരിട്ടിട്ടില്ല. ശിവകാർത്തിയം വരെ ഈ പടത്തിലുണ്ടെന്ന് പറയുന്നു. ഇതിലും ജയിലർ പോലെ ഓരോ ഇൻഡസ്ട്രിയിലും ഫേമസ് ആക്ടേഴ്സ് എന്നത് ഉണ്ടാകും. നിലവിൽ ബോളിവുഡിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഗുൺഫു പാണ്ട 4 അടുത്ത വർഷം മാർച്ച് 8 വരുന്നതാണ്. ട്രെയിലറൊക്കെ പ്രോമിസിംഗ് ആയിരുന്നു. എന്തായാലും വേണ്ടി കാത്തിരിക്കാം. ടെറിഫയർ എന്ന പടത്തിൻ്റെ പാർട്ട് 3 വീണ്ടുമുള്ള ഷൂട്ടിംഗ് അടുത്ത വർഷം ഫെബ്രുവരി തുടങ്ങുന്നതാകുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഈ പടം പലയിടത്തും ബാനാണ്. എന്തായാലും ആദ്യ 2 പാർട്ടിനേക്കാളും വലിയ ഉറപ്പടമാകും ടെറിഫയർ 3 എന്ന് പറയുന്നു. പ്രത്യേക നായകനായി വരുന്ന ടൈസൺ എന്ന പടം 2025 റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ഷെയറും ചെയ്തിടുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ബെല്ലൈക്കൺ എന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.